ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാദിത്യനും വേതാളവും കൂടെ ഇടുക്കിയിലേക്ക് ചേക്കേറുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടനും കൂടെ ഉണ്ടാകുകയെ. അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മുടെ പുളിക്കൻ്റെ കൊലപാതകിയെ ആരാണെന്ന് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ വിക്രം നിരപരാധിയാണെന്ന് തെളിയിക്കുകയും അനിയൻകുട്ടൻ വഴി എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരിക്കാനും ഒക്കെയുള്ള തത്രപ്പാടിലാണ് കേട്ടോ വിക്രവും വേതാളവും. അങ്ങനെ ആരും അറിയാതെ ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കുകയാണേ. അവിടെ ചെന്നതിന് ശേഷം ആ നിഷ്കളങ്കമായ ആ ഒരു പ്രദേശത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കാനും കേട്ടോ. ആ ഒരു അന്തരീക്ഷം നമ്മുടെ അനിയൻകുട്ടൻ്റെ ഒരു പേടിയൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരാനും ഒക്കെ സാധ്യതയാകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിലും വിക്രമാണെങ്കിലും പരസ്പരം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെയാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ പണത്തിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ പരസ്പരം സഹായിച്ചും അറിഞ്ഞും ഒക്കെ ജീവിക്കുന്ന ആ ഒരു ചെറിയ ചെറിയ നല്ല നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി കാണുന്നത്. അങ്ങനെ കിടക്കാൻ പോലും സ്ഥലം കുറവാണ്. ഇതേ സമയത്ത് വിക്രമാണെങ്കിൽ വേദയോട് ചേർന്ന് കിടക്കുകയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വേദയെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല നല്ല നിമിഷങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രമിനെ ഒരു പ്രതിസന്ധികൾക്കും മറ്റൊരാൾക്കും തൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഒരു റൗഡിക്കും വിട്ടുകൊടുക്കില്ല എന്നും നിയമത്തിന് പോലും വിട്ടുകൊടുക്കാതെ തൻ്റെ പ്രാണനായിട്ട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് വേദ മുന്നിട്ടിറങ്ങിയിരിക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വിക്രമാണെങ്കിലും വേദ തന്നെ ഇത്രമാത്രം സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഇനി തൻ്റെ എല്ലാം തൻ്റെ ജീവനായി മാറുകയാണ് കേട്ടോ വേദ. അങ്ങനെ പരസ്പരം സ്നേഹത്തിൽ തന്നെ മുൻപോട്ട് പോകുകയാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും അവിടുത്തെ പള്ളിയിലച്ഛനുമായിട്ട് വിക്രമാണെങ്കിലും വേദയാണെങ്കിലും സംസാരിക്കുകയും തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് പള്ളിയിലച്ഛനാണെങ്കിലും പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ചെറിയ ചെറിയ നിഗൂഢതകൾ ഞാൻ മണത്തിരുന്നു. അങ്ങനെ ഇവിടേക്ക് ഒരു ജോലിക്ക് വേണ്ടി ചേക്കേറി വന്നവരല്ലാന്ന് എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ മുഖത്ത് ഞാൻ സത്യം കാണുന്നുണ്ട്, നീതി കാണുന്നുണ്ട്, സത്യത്തിന് പിന്നാലെയുള്ള ഓട്ടവും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. കുറച്ചു കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സുഖ സൗകര്യങ്ങളും നിങ്ങളുടെ കാലമാണ്. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാക്കുകൾ പറയാണേ. അച്ഛൻ്റെ ഈ ഒരു ആശ്വാസ വാക്കുകളൊക്കെ കേട്ട് ഇരുവർക്കും ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഒക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനുമായിട്ട് അച്ഛൻ്റെ മുൻപിൽ ചെല്ലുകയാണ്. അങ്ങനെ അനിയൻകുട്ടനെ നിരന്തരമായ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ അനിയൻകുട്ടൻ്റെ ഉള്ളിലുള്ള ആ ഭയവും ഒക്കെ തന്നെ ആ ഒരു അച്ഛൻ മാറ്റിയെടുക്കാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ കൗൺസിലിങ്ങിലൂടെ തന്നെ അനിയൻകുട്ടൻ ആ ഒരു ഓർമ്മയിലേക്കും പഴയ സ്ഥിതിയിലേക്ക് തിരികെ എത്തുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ അനിയൻകുട്ടനും അതുപോലെ തന്നെ വിക്രമിനും വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. നല്ല തിരച്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും തിരഞ്ഞിട്ടെങ്കും അവരുടെ പൊടി പോലും കാണാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരന്മാരെ ചോദ്യം ചെയ്തിട്ടാണെങ്കിൽ പോലും അവർ സത്യങ്ങൾ പറയുന്നില്ല. എത്ര അടി കൊടുത്തിട്ട് പോലും വായിൽ നിന്ന് ഒരു സത്യവും അവരുടെ വായിൽ നിന്ന് പുറത്തു പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായിരിക്കാൻ കേട്ടോ നമ്മുടെ ശ്രീകാന്തിനോട് ദർശൻ പറയുന്നുണ്ട് കേട്ടോ. അതായത് സത്യങ്ങൾ ഒരു കാലത്ത് വെളിയിൽ വരിക തന്നെ ചെയ്യും. അത് ഒരുപാട് കാലം ആർക്കും മൂടി വെക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ വേദ ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ ചെയ്ത് തീർത്തിട്ടേ മടങ്ങിയെത്തുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്തിന് ആകെ ഒരു ഭയവും ഒരു ടെൻഷനും ഒക്കെ വരികയാണ് കേട്ടോ. കാരണം എത്രയും പെട്ടെന്ന് അനിയൻകുട്ടനുള്ള സ്ഥലം കണ്ടുപിടിച്ചില്ലെങ്കിൽ താൻ ചെയ്തു കൂട്ടി ഈ പാപങ്ങളെല്ലാം എല്ലാവർക്കും മുൻപിൽ തുറന്ന് കാണിക്കേണ്ടി വരും. പിന്നീട് തനിക്ക് ജയിൽവാസം മാത്രമായിരിക്കും ബാക്കി. താൻ ഈ ചെയ്തു കൂട്ടിയതെല്ലാം നിഷ്ഫലമായി പോകും എന്നൊക്കെയുള്ളൊരു ഭയമാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വെരി പിടിച്ച് ഓടുന്ന പോലെ ഇങ്ങനെ അനിയൻകുട്ടന് വേണ്ടിയിട്ടുള്ള തെരച്ചിലിലായിരിക്കുകയും ഇതേ സമയത്ത് നമ്മുടെ ശങ്കരൻ നാരായണനാണെങ്കിൽ ചില സത്യങ്ങളൊക്കെ അറിയാനും അതുപോലെ തന്നെ വിക്രമിൻ്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുകുറ്റങ്ങളില്ലാന്നും തൻ്റെ മകന് ഇതിലൊക്കെ എന്തൊക്കെയോ വലിയ പങ്കുകളുണ്ടോ എന്നും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ദീപ്തിയോടായിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ദീപ്തിക്ക് അറിയാവുന്ന സത്യങ്ങൾ കൂടി ശങ്കരൻ നാരായണനോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ പിന്തുണയും നമ്മുടെ വേദയ്ക്കും അതുപോലെ തന്നെ വിക്രമിനും നൽകുകയാണ് കേട്ടോ ശങ്കരൻ നാരായണൻ. പിന്നീട് കാണിക്കുന്നത്
രാത്രിയിൽ നല്ല ഉറക്കമായിരിക്കുകയും നമ്മുടെ വേദയും വിക്രമും. ഈ സമയത്ത് അനിയൻകുട്ടനാണെങ്കിൽ ഞെട്ടിത്തരിച്ച് എണീക്കുകയാണ്. അങ്ങനെ പുളിക്കാന്ന് വിളിച്ചിട്ട് എണീക്കായിരിക്കും. പെട്ടെന്ന് തന്നെ സൗണ്ട് കേട്ടിട്ട് വേദയും വിക്രമും അനിയൻകുട്ടൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനിയൻകുട്ടനെ ചേർത്ത് പിടിക്കുകയാണ് വിക്രം. നീ പേടിക്കണ്ട, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, നിനക്ക് കാവലായിട്ട് ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ശരീരത്തെ തൊട്ടിട്ട് നിന്നെ മറ്റൊരാൾ തൊടുകയുള്ളൂ, നീ പേടിക്കണ്ട, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അനിയൻകുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിശ്വാസം ആ വിക്രം, നീ നീ എന്നെ രക്ഷിക്കും, പക്ഷേ ഞാൻ കണ്ട കാഴ്ച എനിക്കിപ്പോഴും അതെൻ്റെ കൺമുന്നിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ വേദിക്കും അതുപോലെ തന്നെ വിക്രമിനും ഒരുപാട് സന്തോഷമാകാണേ. കാരണം നമ്മുടെ അനിയൻകുട്ടൻ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിക്രമാണെങ്കിൽ അനിയൻകുട്ടൻ്റെ അടുക്കളയിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എന്താ നീ കണ്ടത് എന്താ, പുളിക്കൻ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അനിയൻകുട്ടൻ പറഞ്ഞിട്ട്, അത് പുളിക്കൻ്റെ അടുത്തേക്ക് ഞാൻ വന്നപ്പോൾ അവനെ കുത്തിക്കൊല്ലുന്ന ഞാൻ കണ്ടത്, എന്നിട്ട് വലിച്ചിഴിച്ച് റൂമിലേക്ക് കൊണ്ടിട്ടു, എന്നിട്ട് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി. ആരാ അത്? പിന്നെ അത് വേദയുടെ ഏട്ടനെ അതൊക്കെ ചെയ്ത് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ വേദ ചങ്കിൽ കൈവെക്കാണ് കേട്ടോ. വേദ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഒരിക്കൽ പോലും വേദ ആഗ്രഹിച്ചിരുന്നില്ല ആ ഒരു പേര് കേൾക്കാൻ. തൻ്റെ ഏട്ടൻ എത്ര വലിയ ഫ്രോഡാണെങ്കിലും ഒരു കൊലപാതകം ചെയ്യുന്ന അത്രയും ഒരു തരം താഴത്തിലേക്ക് പോകരുത് എന്ന് വേദയ്ക്ക് നിർബന്ധമായിരുന്നു. എന്തായാലും ചോരയല്ലേ, അപ്പോൾ ചോരയ്ക്ക് ഒരു ആപത്ത് വരുമ്പോൾ വേദയുടെ ഹൃദയം ഒന്ന് പൊള്ളുമല്ലോ. അങ്ങനെ വേദയുടെ മനസ്സ് ഉലയാണ് കേട്ടോ. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, നമ്മൾ സംശയിച്ചതൊക്കെ അപ്പോൾ ശരിയാണ്, ഇതിനൊക്കെ പിന്നിൽ ആ ശ്രീകാന്താണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ഇനി തെറ്റുകൾ ചെയ്യാൻ അവൻ്റെ കൈ അറയ്ക്കണം, അതുകൊണ്ട് അവനെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഇനി അനിയൻകുട്ടനെ നമ്മൾ സേഫായിട്ട് കോടതിയിൽ ഹാജരാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ നമ്മുടെ ദർശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കേസ് ഫയൽ ചെയ്യാനും പിന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ സാക്ഷിയെ ബാധിക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാനും കേട്ടോ. അങ്ങനെ ദർശനാണെങ്കിൽ ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ നിയമ നടപടികളും എല്ലാം ശരിയാക്കാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ അറിയാൻ കേട്ടോ, വേദയും വിക്രമും കൂടെ അനിയൻകുട്ടനെയും കൂട്ടി കോടതിയിലേക്ക് എത്തുകയാണെന്ന് അറിയാണ്. അങ്ങനെ ചന്ദ്രശേഖരനും ശ്രീകാന്തും പദ്ധതിയിടുകയാണ്. അങ്ങനെ ഗുണ്ടകളെ ഏർപ്പാടാക്കാണ് കേട്ടോ. വഴിയിൽ വെച്ച് തന്നെ 2 എണ്ണത്തിന് അങ്ങ് തീർത്തേന്ന് പറയാണ്. ഇതെല്ലാം നമ്മുടെ ശങ്കരനാരായണൻ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ നമ്മുടെ വേദേനെയും വിക്രമിനെയും അതുപോലെ തന്നെ കാണാനും അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ട് വീടിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും നമ്മുടെ ശങ്കരനാരായണൻ്റെ മാസ് എൻട്രി. നമ്മുടെ ശ്രീകാന്തിൻ്റെ ചെകിട്ട് നോക്കി ഒന്ന് കൊടുത്തിട്ട് ഒരു മുദ്രപേപ്പറും കാണിച്ചിട്ട് പറയുകയാണ്, ഈ സ്വത്തുക്കൾ മുഴുവനും ഞാൻ വേദയുടെ പേരിലേക്ക്, അതായത് നിനക്ക് അവകാശപ്പെട്ടതുപോലും തലമുറ കൈമാറി വന്നതും ഞാൻ സമ്പാദിച്ചതുമായ സകല സ്വത്തുക്കളും വേദയുടെയും എൻ്റെ 2 മക്കൾ ദീപ്തിയുടെയും പേരിലേക്ക് ഞാൻ എഴുതി തയ്യാറാക്കിയ പ്രമാണമാണ്. ഇതിന് രജിസ്റ്റർ ചെയ്ത പ്രമാണമാണ്. ഇത് ഞാൻ കീറിക്കളയുണ്ടെങ്കിൽ നീ ഇന്ന് ഈ വീടിന് വെളിയിലേക്ക് ഇറങ്ങില്ല. വേദയുടെയോ വിക്രമിൻ്റെയോ ദേഹത്ത് ഒരു ചെറിയ തരിമ്പ് പോലും മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുദ്രപത്രത്തിൻ്റെ വില നിനക്കറിയാമല്ലോ. നീ ഈ ചെയ്തു കൂട്ടിയത് എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും, ജയിൽവാസവുമായിരിക്കും. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ നീ വിളിച്ചു പറഞ്ഞത് ആരോടാണോ അവരെ ആക്രമിക്കാനോ അവരെ തടയാനോ അനുവദിക്കരുത്, ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ആകെ പേടിച്ച് വിറയ്ക്കാണേ. എന്നിട്ട് ശ്രീകാന്ത് ആണെങ്കിൽ അവരെ വെറുതെ വിട്ടോളൂ എന്ന് പറയാണേ. അങ്ങനെ നമ്മുടെ വേദയും വിക്രമും അനിയൻകുട്ടനും സേഫായിട്ട് തന്നെ കോടതിയിൽ എത്തിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ശ്രീകാന്തിനെ അവിടെ നിന്നും വെളിയിലേക്ക് അയക്കുന്നത് ശങ്കരനാരായണൻ. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ അലറി വിളിക്കുകയാണ് കേട്ടോ. ദേഷ്യം കൊണ്ട് അമർഷം കൊണ്ട് കടിച്ചമർത്തുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ അടിച്ചു പുറത്താക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശങ്കരനാരായണൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എനിക്ക് ഇങ്ങനൊരു മകനില്ല, ഇതെല്ലാം ഈ തെമ്മാടിത്തരം എല്ലാം കാണിച്ചു കൂട്ടി നിന്റെ അമ്മായിപ്പനുണ്ടല്ലോ അവൻ്റെ കൂടെ എവിടാണെന്ന് വെച്ചാൽ പോയി പുറത്തോണം, ഇനി ഈ വീട്ടിലേക്ക് നിനക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛനല്ലേ അവരെ വെറുതെ വിട്ടാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ചില സത്യങ്ങളും ലോകത്തിന് മുൻപിൽ തുറന്ന് കാണിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കള്ളം പറഞ്ഞാൽ മതിയാകൂ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞാൽ നിന്നോട് എനിക്ക് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വേദ വിക്രമിനെയും അതുപോലെ തന്നെ അനിയൻകുട്ടനെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കോടതിയിൽ ചെല്ലണമെന്ന് മാത്രമായിരുന്നു. സത്യങ്ങളെല്ലാം തെളിഞ്ഞു. ഇനി എൻ്റെ മകനാണ് ഇതെല്ലാം ചെയ്തതെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. അതുകൊണ്ട് തന്നെ ഇനി ഒരു ദുരന്തം നീ കാരണം ഈ വീട്ടിലുണ്ടാവാനോ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാവാനോ ഞാൻ
സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്താണോ ആവശ്യം ഞാനത് എഴുതി തന്നേക്കാം. അതുകൊണ്ട് നീ എവിടെ വെച്ചോ പോയിക്കോണം, നിനക്കിനി സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ആരും തന്നെ ഇല്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇറക്കി വിടുകയാണേ. കിട്ടിയതാട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അതെല്ലാം വാങ്ങിച്ചെടുത്തുകൊണ്ട് വരണുണ്ട് കേട്ടോ. പക്ഷെ ഒരു വമ്പൻ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, അനിയൻകുട്ടൻ വിക്രം കുറ്റവിമുക്തനാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ പുളിക്കൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വരുണിൻ്റെയും കൊലപാതകി ശ്രീകാന്തും ചന്ദ്രശേഖരനുമാണെന്നുള്ള വെളിപ്പെടുത്തലും കൂടെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടി വേദിയുമായിരിക്കും കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിന് ജയിൽവാസം ഇതാക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനും ചന്ദ്രശേഖരനും പിന്നീട് ജയിലിനുള്ളിൽ തങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ട അവസ്ഥ വരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശങ്കരൻ നാരായണന് നല്ല ധർമ്മസങ്കടമുണ്ടെങ്കിലും തൻ്റെ മകനാണെങ്കിൽ പോലും ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശങ്കരൻ നാരായണനും ആ വിധി അംഗീകരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്വത്തുക്കളും അതുപോലെ തന്നെ താൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ ശ്രീകാന്ത് ജയിൽവാസം അനുഭവിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പ്രതികാരദാഹിയായിട്ട് ശ്രീകാന്ത് വെളിയിൽ വന്നതൊക്കെയാണേ. കുറേ വർഷങ്ങൾക്ക് ശേഷം വെളിയിൽ വന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ വേദയും വിക്രമും പിരിഞ്ഞ് ജീവിക്കുകയായിരിക്കും കേട്ടോ. ഇവർക്കൊരു മോളും ഉണ്ടാകും. പക്ഷെ വിക്രത്തിനത് തൻ്റെ മകളാണെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആയിരിക്കും ഇനിയുള്ള സ്റ്റോറി പോകുന്നത്. തമിഴിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്.